പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമകാരുണികനായ ഈശോയെ, അവിടുത്തെ സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങൾ താഴ്മയോടുകൂടെ ശിരസ്സ് നമിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ഓരോ നിമിഷവും പരിപാലിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഒരു ഉയർപ്പുകാല അനുസ്മരണവും കൂടെ ഞങ്ങളെ കടന്ന് സ്ലീഹാകാലത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന പന്തക്കുസ്തിയിലാണല്ലോ ഞങ്ങൾ എത്തി നിൽക്കുക. കർത്താവേ, ഈ വലിയ ഒരു കാലഘട്ടത്തിലേക്ക്, സ്ലീഹന്മാരുടെ ഈ പ്രവർത്തന കാലഘട്ടങ്ങളിലേക്ക് ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യത്തോടുകൂടെ ശിഷ്യന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന വലിയ കാലത്തെക്കുറിച്ച് ഞങ്ങൾ അനുസ്മരിക്കുവാനായി അങ്ങ് ഒരുക്കി തന്നിരിക്കുന്ന ഈ മണിക്കൂറുകളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ആലയത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നോടം വരെ, സ്വീകരിക്കുന്നോടം വരെ അവിടെ തന്നെ ആയിരിക്കുക. ഉന്നതത്തിൻ്റെ ശക്തി സ്വീകരിക്കുന്നോടം വരെ ആലയത്തിൽ തന്നെ ആയിരിക്കുക എന്നുള്ള ആ നല്ല വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് ഉന്നതത്തിൻ്റെ ശക്തിയായ ആത്മാവിനെ ധരിക്കുവാനും സ്വീകരിക്കുവാനും നാഥ, ഞങ്ങളിതാ അവിടുത്തെ പക്കൽ ഈ ആലയത്തിൽ ഒന്ന് ചേർന്നിരിക്കുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളാണ് കർത്താവെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ളത് എന്ന് അങ്ങ് ഞങ്ങളെക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയുന്നവനാണല്ലോ. വൈറസ് ബാധ മൂലം, COVID-19 വൈറസ് ബാധ മൂലം ജനം മുഴുവനും കർത്താവെ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. ലോകം മുഴുവനും ഈ വൈറസ് ബാധയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാനായിട്ടാകാത്ത വിധം അത്രമാത്രം ചെറുതായ ഒരു വൈറസ് മനുഷ്യവംശത്തെ മുഴുവനും പിടിച്ച് കെട്ടിയിരിക്കുന്നൊരവസ്ഥയില്ല ലോകം മുഴുവനും. എന്ന് കർത്താവിൽ സ്വാതന്ത്ര്യം അത് എന്താണ് എന്ന് അറിയാതെ ജനം കഷ്ടപ്പെടുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ അങ്ങ് പ്രദാനം ചെയ്തപ്പോൾ അതിനെ ദുരുപയോഗിച്ചുകൊണ്ട് മനുഷ്യർ ഈ ലോകത്തിൽ ജീവിച്ചു. ഇന്നിതാ ഈ ഒരു വൈറസ് ലോകത്തെ മുഴുവനും അടിമത്തത്തിലാക്കിയിരിക്കുകയും അനേകായിരങ്ങൾ ഓരോ ദിവസവും മരിച്ചു വീഴുകയും ലോകത്തിൽ അനേകായിരങ്ങൾ ഓരോ ദിവസവും നിരീക്ഷണ കേന്ദ്രങ്ങളിലായിരിക്കുകയും ജനം വല്ലാതെ മടുത്തു, ഭരണാധികാരികളും അടുത്തു. കർത്താവേ, എല്ലാ മേഖലകളിലും തകർച്ചകൾ തന്നെ. സാമ്പത്തികമായ വലിയ പരാജയങ്ങളിലേക്ക് ജനങ്ങളും രാജ്യങ്ങളും എത്തിച്ചേർന്ന് കഴിഞ്ഞു. കർത്താവേ, അങ്ങ് ഇടപെടണമേ. ഈ പന്തക്കുസ്തകാലത്ത് കർത്താവേ, അങ്ങ് ഇടപെടണമേ. ആരാധനാലയങ്ങളും ദേവാലയങ്ങളും കർത്താവെ അടഞ്ഞു കിടക്കുകയാണ്. മനുഷ്യൻ്റെ സുഖഭോഗത്തിന് വേണ്ടി അവനെ തന്നെ മറന്നുകൊണ്ട് പലതരത്തിലുള്ള മ്ലേച്ഛതകൾക്ക് അടിമപ്പെടുന്നതിന് വേണ്ടി അവനെ സഹായിക്കുന്ന മദ്യഷാപ്പുകളൊക്കെ തുറന്നിടുമ്പോൾ ദേവാലയങ്ങളും ആരാധനാലയങ്ങളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കർത്താവേ, ആരാധനാലയങ്ങൾ ഞങ്ങൾക്ക് തുറന്നു കിട്ടണം. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ പക്കൽ വന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കാനായിട്ട്, പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടുള്ള അവസരം അങ്ങ് ഒരുക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് സാധിച്ച് ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. കർത്താവേ, ഈ ആരാധനാലയങ്ങൾ ഞങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും അങ്ങയുടെ നാമത്തെ ഒരുമയോടുകൂടെ കൂട്ടായ്മയിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണല്ലോ. ആരാധനാലയങ്ങൾ തുറന്നു കിട്ടണം. ഈ പന്തക്കുസ്തകാലത്ത് ഞങ്ങൾക്ക് അങ്ങയോട് അപേക്ഷിക്കാനായിട്ട് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വീണ്ടും ഒത്തിരിയേറെ മനുഷ്യരിന്ന് പലതരത്തിലുള്ള മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. സഭ ഇന്ന് കർത്താവെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോവുകയാണ്. സഭയുടെ ശുശ്രൂഷകരിൽ പോലും കർത്താവെ അങ്ങേ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
പലതരത്തിലുള്ള മ്ലേച്ഛതകൾ സഭയിലെ സഭാ അംഗങ്ങളിലൂടെ സഭാ നേതൃത്വത്തിലൂടെയൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അങ്ങ് കോപിക്കരുതേ. ഏതാനും പേരുടെ അറിഞ്ഞോ അറിയാതെയുള്ള തെറ്റ് മുഖാന്തരം കർത്താവേ ഞങ്ങളെ അങ്ങ് ശിക്ഷിക്കരുതേ, സഭയെ അങ്ങ് ശിക്ഷിക്കരുതേ, ദൈവജനത്തെ അങ്ങ് തെറ്റിദ്ധാരണകൾക്ക് അടിമപ്പെടുത്തരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സഭയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ്, വൃക്ഷം നല്ലതാണെങ്കിൽ മാത്രമേ ഫലം നല്ലതാവുകയുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവ്, എല്ലാ വൃക്ഷങ്ങളും അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മുന്തിരിച്ചെടികൾ അത്രയും നല്ലതായി മാറുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മുന്തിരിച്ചെടികളും കർത്താവെ നല്ലതായാൽ മാത്രമേ നല്ല മുന്തിരി പഴങ്ങൾ ആ ശിഖരങ്ങൾക്ക് കായ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവെ, എല്ലാ മുന്തിരിച്ചെടികളും നല്ല ശാഖകൾ പുറപ്പെടുവിച്ച് ആ ശാഖകളിലൂടെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മുന്തിരിച്ചെടികളെയും നല്ല ചെടികളാക്കി മാറ്റണമേ. കർത്താവെ, ഒരു കാട്ടുമുന്തിരിപ്പഴം പോലും ഒരു മുന്തിരിച്ചെടിയിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങ് തോട്ടത്തിൻ്റെ നടുവിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ആ അത്തിവൃക്ഷം ഒരിക്കൽ പോലും കാട്ട് അത്തിപ്പഴം പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ഈ പന്തക്കൊസ്തക്കാലത്ത് കർത്താവേ, അങ്ങയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമേ. ശിഷ്യന്മാർ ഭയന്നു വിറച്ചാണ് കഴിഞ്ഞുകൂടിയത്. പ്രതികൂലങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഭയന്നു വിറയ്ക്കാതെ, വെയിലേക്കുമ്പോൾ വാടിക്കരിഞ്ഞു പോകാതെ, ആ വെയിലത്തും കരുത്തോടുകൂടെ അങ്ങ് 3 മണി നേരത്ത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആ പൊരുവെയിലിൽ കിടന്നുകൊണ്ട് അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ജീവൻ അർപ്പിച്ചതുപോലെ കർത്താവേ, ഏത് പ്രതികൂലങ്ങളുണ്ടായാലും പതറിപ്പോകാതെ, വാടിത്തളരാതെ, ആത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകളാൽ, അഭിഷേകത്താൽ കരുത്തുള്ള സഭാ തനയരായ സഭാ മക്കളായി മാറുവാൻ എല്ലാ സഭാമക്കളെയും സഭാധികാരികളെയും ആത്മാവിനെ അയച്ച് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണമേ. ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്കൊന്നു ചേർന്ന് പാടാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയില്ലാത്ത കട
നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ ഭവിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ ഭവിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. അപ്പോസ്തലന്മാര് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ പര്യാകുലരായി യഹൂദന്മാരോടുള്ള ഭയം നിമിത്തം കതകുകൾ അടച്ച് മാളിക മുറിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുകയാണ്. പരിശുദ്ധാമ്മയുടെ നിറസാന്നിധ്യം ആ മുറിയിലുണ്ട്. ഈശോയിൽ നിന്ന് 3 കൊല്ലക്കാലം തങ്ങൾ കണ്ടതും കേട്ടതും പഠിച്ചറിഞ്ഞതുമായ അനുഭവ സത്യങ്ങളെ കൂട്ടിനാക്കിക്കൊണ്ട്, ആ കൂട്ടോട് ചേർന്ന് നിന്നുകൊണ്ട്, ആ ചൈതന്യത്തിൻ്റെ കൂട്ടിനെ മനസ്സുകളിൽ സൂക്ഷിച്ചുകൊണ്ട് അവർ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ നടത്തിയുള്ളൂ. വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുകയും പുറത്തേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലും ശത്രുക്കളുടെ എണ്ണം പെരുകി പെരുകി വരികയാണ്. അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനോ മറ്റൊരുവനോട് അങ്ങയുടെ നാമത്തെക്കുറിച്ച് സംസാരിക്കാനോ പോലും ഞങ്ങൾക്ക് അനുവാദമില്ല, അവസരമില്ല. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, അവൻ സഹായകനായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോസ്തലന്മാരിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ ഗുരു, ഞങ്ങൾക്കെല്ലാ കാര്യങ്ങളും പഠിക്കണം. ഞങ്ങൾ പഠനമില്ലാത്തവരാണ്. ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല, പഠനമില്ല. ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കണം, പഠനം ലഭിക്കണം. അതിന് ആ ആത്മാവിനെ തന്നെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്നവർ പ്രാർത്ഥിച്ചു. പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുവാനായിട്ട്
ധൈര്യത്തോടുകൂടെ ഇറങ്ങി പുറപ്പെടണമെങ്കിൽ ഇന്നിൻ്റെ അവസ്ഥ അതിന് ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ മുഴുവൻ ഭയമാണ്. യഹൂദന്മാരോടുള്ള ഭയം ഞങ്ങളെ വല്ലാതെ ഗ്രസിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന്, ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയം മാറണം. എനിക്ക് ജെറൂസലത്തേക്ക് പോകണം, ജെറൂസലത്തേക്ക് എനിക്ക് പോകണം. അവിടെ വെച്ച് അവരെന്നെ പിടികൂടും, അവരെന്നെ ബന്ധിക്കും, അവരെന്നെ പീഡനങ്ങൾക്ക് വിട്ടുകൊടുക്കും, അവരെന്നെ വധിക്കും. എന്നാലും എനിക്ക് ജെറൂസലത്തേക്ക് പോകണം. അങ്ങേക്ക് ലഭിച്ചിരുന്ന, അങ്ങേക്കുണ്ടായിരുന്ന ഈ മനോഭാവം, ഈ ധീരതയുടെ, ധൈര്യത്തിൻ്റെ മനോഭാവം കർത്താവേ ഞങ്ങൾക്കും വേണം. അവരുടെ ന്യായമായിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന അവർ ഹൃദയം നുറുങ്ങി ഉള്ളൊരുകി പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് അവർ നടത്തിയപ്പോൾ കർത്താവിന് ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം, ഇനി ഒരു വാഗ്ദാനവും കൂടെ മാത്രമേ താൻ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്തതിൽ നിറവേറാനായിട്ടുള്ളൂ. ആ വാഗ്ദാന പൂർത്തീകരണത്തിന് വേണ്ടി ഉള്ള സമയം ഇതാ സമാഗതമായിരിക്കുകയാണ്. ആ വാഗ്ദാന പൂർത്തീകരണത്തിനുള്ള സമയം ഇതാ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം മുതൽ വായിക്കുന്നു ഇപ്രകാരം: പന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ, ഈശോയുടെ ഉത്ഥാനത്തിന്റെ 50-ാമത്തെ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഇവരുടെ ഇടയിൽ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. തോമാസ് ലീഹായും അവരുടെ കൂടെ തന്നെയുണ്ട്. അവൻ ഒറ്റപ്പെട്ടു പോയിട്ടില്ല. അവരെല്ലാവരും ഒരുമയോടുകൂടെ ഒരു കൂട്ടായ്മയായിട്ട് ആ മാളിക മുറിയിൽ ഒരുമിച്ചിരിക്കുകയാണ്. അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ശബ്ദമാണ് ഉണ്ടായത്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രതീകമാ കാറ്റ്. നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞു കൊടുത്തു, യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. നീ അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. എന്നാൽ ആത്മാവിൽ നിന്ന് ജനിക്കുന്നവന് ഈ കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ വ്യക്തമായിട്ട് അറിയാം. ഒരുമിച്ചുകൂടി ഒരേ ലക്ഷ്യത്തോടുകൂടെ ഒരേ ആഗ്രഹത്തോടുകൂടി ഇരുന്ന അപ്പസ്തോലന്മാർക്ക് ഈ കൊടുങ്കാറ്റിന്റെ സ്വരം തിരിച്ചറിയാനായിട്ടായി. അത് എവിടെ നിന്ന് വരുന്നുവെന്നും ആരുടെ അടുത്ത് നിന്ന് വരുന്നുവെന്നും ആരുടെ അടുത്തേക്ക് വരുന്നുവെന്നും അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ആ കാറ്റിനെ അവര് ആഗ്രഹത്തോടുകൂടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ ഉണർവിന്റെ കൊടുങ്കാറ്റിനെ അവർ ആഗ്രഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയായിരുന്നു. ആ ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നാണ് ആ കാറ്റുണ്ടായിരിക്കുന്നത്. വെറും ആകാശവിധാനത്തിൽ നിന്നല്ല. പരമപിതാവിന്റെ അടുക്കലിരിക്കുന്ന പുത്രനായ മിശിഹാ തമ്പുരാൻ പിതാവിന്റെ അടുത്ത് ഈ 50 ദിവസവും പോയിരുന്നു പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ വാഗ്ദാനം കൊടുത്തിരിക്കുന്ന ആത്മാവിനെ അയച്ചു കൊടുക്കണമേ. എൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് 10 ദിവസമായി. ഇനിയും അവരെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്താൻ പാടില്ല. ഞാൻ ഭൂമിയിൽ അവരുടെ കൂടെയായിരുന്നപ്പോൾ അവരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന ആ സഹായകനെ അങ്ങ് അയക്കണമേ എന്ന് പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ പിതാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ പുത്രന്റെ ന്യായമായ ആ ആവശ്യത്തെ പിതാവ് അംഗീകരിച്ചു. അങ്ങനെ ആ സ്വർഗത്തിൽ
ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള, ആത്മാവിന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമായി. സ്വർഗത്തിന്റെ കവാടങ്ങൾ ആത്മാവിനെ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് വളർക്ക തുറക്കുകയാണ്. ആ വാതിൽ അവിടെ തുറന്നപ്പോൾ തന്നെ സ്വർഗം ഈ ഭൂമിയുടെ മേൽ ഒരിക്കൽ കൂടെ തുറന്നു കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റുണ്ടാവുകയാണ്. ഈ സ്വർഗത്തിൻ്റെ ഈ വാതിലിൻ്റെ തുറവി പോലും ഈ ഭൂമിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം ശക്തമായ വിശുദ്ധമായ ഒരു കാറ്റായിരുന്നു അത്. ആ വാതിലൊന്ന് തുറന്നു, കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റ് ആകാശത്ത് നിന്നുണ്ടായി. അത് അവസാനിക്കുന്നത്, ആ കൊടുങ്കാറ്റ് വന്നു നിന്നത് അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടിയിരുന്നെടുത്ത അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിൽ 2 പ്രാവശ്യം സൂചിപ്പിച്ചു വയ്ക്കുകയാ. അവർ ഒരുമിച്ചിരിക്കുകയായിരുന്നു. അവർ ഒരുമയോടുകൂടെ സമ്മേളിച്ചിരുന്ന സ്ഥലത്തേക്ക് ആ കാറ്റ് കടന്നു വന്നു എന്നൊക്കെ. അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനസ്സോടെ, ഒരാത്മാവോടെ, ഒരു ഹൃദയത്തോടെ, ഒരുമയോടുകൂടെ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് സ്വർഗത്തിൽ നിന്ന് ആ കൊടുങ്കാറ്റ് കടന്നു വരും. ആ കൂട്ടായ്മയിലാണെങ്കിലും ആ കാറ്റ് വന്നു നിൽക്കുന്നത്. ആ കാറ്റാണ് പരിശുദ്ധാത്മാവ്. ആ കാറ്റാണ് പരിശുദ്ധാത്മാവ്. സ്വർഗത്തിന്റെ ദൂതൻ കാറ്റായിട്ട്, ത്രിത്വൈക ദൈവത്തിന്റെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവിത കൊടുങ്കാറ്റായിട്ട് അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അത് കൊടുങ്കാറ്റായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത് എങ്കിലും അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ അത് അഗ്നിനാളമായി മാറിയിരിക്കുകയാണ്. അഗ്നിനാളമായി അത് മാറിയിരിക്കുകയാണ്. കൊടുങ്കാറ്റിലൂടെ സകലവിധ തിന്മയുടെ ദുരാത്മാക്കളെയും ആ കാറ്റ് അവരിൽ നിന്ന്, ആ ദേശത്തു നിന്ന് അകറ്റിക്കളഞ്ഞു. കാറ്റ് പതിര് പാറ്റുന്നത് പോലെ എല്ലാ പതിരുകളെയും പാറ്റി ദൂരെ എറിഞ്ഞു കളഞ്ഞു. നല്ല വിത്താണല്ലോ കർത്താവേ നീ വിതച്ചത്. ശത്രു വന്ന് ആ നല്ല വിത്തിന്റെ ഇടയ്ക്ക് കളകൂടെ വിതച്ചിട്ട് പോയി. പണിക്കാരും അത് ചോദിച്ചു, ഗുരു, ഞങ്ങള് ആ വിത്തിന്റെ കൂടെ വളർന്നു വരുന്ന കള പറിച്ചു കൂട്ടട്ടെ. കർത്താവേ, അങ്ങ് പറഞ്ഞു കൊടുത്തത് എന്താണ്? കള പറിക്കണ്ട, അതവിടെ വളരട്ടെ, വിളയോടുകൂടെ കളയും കൂടെ വളരട്ടെ. അല്ലായെങ്കിൽ കള പറിക്കുമ്പോൾ വിളകൂടെ നിങ്ങൾ പറിച്ചു കളയാൻ സാധ്യതയുണ്ട്. അവസാനത്തെ ദിവസം ആ കള അത്രയും ഞാൻ പറിച്ച് കെടാത്ത അഗ്നിയിലേക്ക് എറിഞ്ഞുകൊള്ളാം. അതുവരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. ആ സമയം ഇവിടെ ഇതാ പൂർത്തിയായിരിക്കുന്നു. ആ കൊടുങ്കാറ്റുണ്ടായി. വിളവെടുപ്പിന്റെ സമയത്ത്, കൊയ്ത്തിന്റെ സമയത്ത് കൃഷിക്കാർ വിളയും കളയും വെവ്വേറെ കൊയ്തുകൂട്ടി കറ്റകളാക്കി കെട്ടിവെച്ചു. ഈ കൊടുങ്കാറ്റിലിതാ ആ കളകളെ മുഴുവനും, ആ പതിരുകളെ മുഴുവനും നിത്യപാതാളത്തിലേക്ക് ആ കൊടുങ്കാറ്റ് തൂത്തെറിഞ്ഞു കളഞ്ഞു. ഇനി അവിടെ ആ വിളകളിലുണ്ടായ ഗോതമ്പ് മണികൾ മാത്രം, ആ വിളകളിലുണ്ടായ വിതയ്ക്കപ്പെടാൻ തയ്യാറായി മുളച്ചു പൊങ്ങുവാൻ നാമ്പ് പൊട്ടി ഈ മണ്ണിന് മുഴുവനും ഊർജം കൊടുക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ആ ധാന്യമണികൾ മാത്രമേ ഉള്ളൂ. ആ ധാന്യമണികളെ ഇതാ തുടർന്നുള്ള വാക്കുകളിൽ 3-ാമത്തെ വചനത്തിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അഗ്നിയായിട്ട് ഇറങ്ങി ആ സമ്മേളിച്ചിരുന്ന മുറിയിൽ മുഴുവനും നിറഞ്ഞു. അഗ്നിനാളങ്ങൾ അവരിലേക്ക് മുഴുവനും നിറഞ്ഞു. അവർ ഓരോരുത്തരിലേക്കും അഗ്നിനാളങ്ങൾ നിറഞ്ഞു. അവരെ അഗ്നി ശുദ്ധീകരിച്ചു. അവരെ അഗ്നി ശുദ്ധീകരിക്കുകയാണ്. ഇനി ഒരിക്കൽ പോലും നിങ്ങൾ ലോകത്തിൻ്റെതല്ല,
ഇനി ഒരിക്കൽ പോലും നിങ്ങൾ ലോകത്തിൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്, ദൈവത്തിനുള്ളതാണ്, ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അവരെ ആത്മാവ് അഗ്നിയാൽ ഉണർത്തുകയാണ്. ആ ഉണർവിന്റെ കൊടുങ്കാറ്റ് അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പുതിയ മനുഷ്യരായിട്ട് മാറി. അപ്പസ്തോലൻ എഫെസസിലെ സഭാംഗങ്ങളോട് പറയും, ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. It's good to be a good new creation. It's good to be a new creation. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. അതാണ് നല്ലത്, ഏറ്റവും നല്ലത് ഒരു പുതിയ സൃഷ്ടിയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉണർവിന്റെ കൊടുങ്കാറ്റടിച്ച് ഒരു പുതിയ സൃഷ്ടിയാകാം. കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പന്തക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പന്തക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു
ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. അതേ ഉണർവിൻ്റെ കൊടുങ്കാറ്റ് വീണ്ടും വീശുകയാ നമ്മുടെ മേൽ. മാമോദീസായിലൂടെ പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും വെറുത്തുപേക്ഷിച്ച് സഭയുടെ മക്കളായി മാറി നമ്മൾ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തങ്ങളിൽ നിന്നുകൊണ്ട് ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അന്ന് ദൈവസന്നിധിയിൽ വാക്കുകൊടുത്തു. പാപവും പാപമാർഗങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഈശോയെ എൻ്റെ നാഥനും രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു. തുടർന്ന് സ്ഥൈര്യലേപന ഖുദാശയിലൂടെ മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ സ്ഥിരീകരിച്ചു, ഉജ്ജ്വലിപ്പിക്കാൻ തുടങ്ങി. മാമോദീസ സ്വീകരിച്ച നീ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ത്വരിതനാകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഉത്തരം കൊടുത്തു, ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ കുംഭസാരവിധ ഖുദാശയിലൂടെയും പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയും ഓരോ ഖുദാശ സ്വീകരണത്തിലൂടെയും ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ വീണ്ടും വീണ്ടും പാപം ചെയ്ത് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കുകയാണ്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. നീ അതിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്, എന്നാൽ ആ സ്വരത്തിനനുസരിച്ച് ജീവിക്കുവാൻ പ്രിയ കൂടപ്പറപ്പേ നിനക്കാകുന്നില്ല. കാരണം നീ ലോകത്തിൻ്റെത് മാത്രമായിട്ട് ജീവിക്കുകയാണ്. നീ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ട് നീ ദൈവത്തിൻ്റെത് മാത്രമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിട്ട് നീ ലോകത്തെയും അതിൻ്റെ ആഡംബരങ്ങളെയും വെറുത്തുപേക്ഷിക്കുന്നുവെന്ന് തമ്പുരാന്റെ മുമ്പാകെ വാക്കുകൊടുത്തിട്ട് നീ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും തിന്നുകയാണ്. നീ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും തിന്നുകയാ. തെരുവ് നായുടെ ആ സ്വഭാവത്തിലേക്ക് നീ എത്തിച്ചേരുകയാണ്. ക്ഷമിക്കണമേ. കാറ്റ് അതിനിഷ്ടമുള്ളവന്റെ അടുത്തേക്ക്, ഇഷ്ടമുള്ളവരുടെ അടുത്തേക്ക് വീശുമ്പോൾ ആ സ്വരം തിരിച്ചറിയാതെ, ആ കാറ്റിന്റെ ഗതി അത് എവിടെ നിന്ന് വരുന്നുവെന്നോ ആരുടെ അടുത്തേക്കാണ് വന്നത് എന്ന് തിരിച്ചറിയാതെ ആ കാറ്റിന് എതിരായിട്ട് നിന്ന് ആ കാറ്റിനെ തള്ളി മാറ്റുന്ന നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അപ്പോസ്തലൻ തിമോഥെയോസിനുള്ള ലേഖനത്തിലൂടെ പറഞ്ഞു തരികയാണല്ലോ, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക കൃപാവരത്തെ നീ നിർവീര്യമാക്കരുതേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നുവെന്ന് അപ്പോസ്തലൻ അപേക്ഷിക്കുകയാണ്. ലഭിച്ചിരിക്കുന്ന കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ലഭിച്ചിരിക്കുന്ന ദൈവിക കൃപാവരം, പരിശുദ്ധാത്മ അഭിഷേകം ഓരോ തെറ്റ് ചെയ്യുമ്പോഴും, ഓരോ പാപം ചെറുതോ വലുതോ ആയത് ചെയ്യുമ്പോഴും, ലഘുവായ പാപമോ മാരകമായ പാപമോ ചെയ്യുമ്പോഴും, പ്രിയ കൂടപ്പിറപ്പുകളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മൾ നിർവീര്യമാക്കുകയാണ്. ഒരു തെറ്റായ നോട്ടം നടത്തുമ്പോൾ, തെറ്റായ വാക്കുപയോഗിക്കുമ്പോൾ, തെറ്റായ ചിന്തകൾ കൊണ്ട് നടക്കുമ്പോൾ, തെറ്റായ കൂട്ടുകെട്ടുകളുമായി നടക്കുമ്പോൾ ഈ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. പന്തക്കോസ്തയുടെ അനുഭവത്തെ നമ്മൾ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. പന്തക്കോസ്തയിലൂടെ ലഭിച്ചിരിക്കുന്ന ആ ശക്തിയെ, ചൈതന്യത്തെ നമ്മൾ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. അനുദപിച്ച് മാപ്പ് ചോദിക്കാൻ തമ്പുരാന്റെ മുമ്പിൽ, നല്ല തമ്പുരാനോട്
നമ്മളിപ്പോഴായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ കണ്ണുനീരൊഴുക്കി മാപ്പ് ചോദിക്കാം. പിതാവേ, നീ അയച്ച കാറ്റ് നിന്റെ അടുത്ത് നിന്നാണ് വന്നുപോയെന്നും അത് എൻ്റെ അടുത്തേക്കാണ് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ ഞാനിതാ പോയി 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 ഈ പന്നിക്കുഴിയിൽ വരെ വന്ന് എത്തി നിൽക്കുകയാണ്. എനിക്ക് അധപ്പതിക്കാവുന്നതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ അധപ്പതിച്ചിരിക്കുകയാണ്. ഒരു സമർപ്പിത എന്ന നിലയിൽ മാമോദിസ സ്വീകരിച്ച ജീവന്റെ അടയാളത്താൽ ഭദ്രതനായിരിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ അധപ്പതിച്ച് പന്തക്കോസ്ത അനുഭവത്തെ നഷ്ടപ്പെടുത്തി എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ചലിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് നിരക്കാത്ത പ്രവൃത്തി ഞാൻ ചെയ്തു പോയി. തമ്പുരാനെ, എന്നോട് ക്ഷമിക്കണമേ. തവിട് പോലും തിന്നാനായിട്ടുള്ള യോഗ്യത എനിക്കില്ലാതായി ഞാൻ മാറിയിരിക്കുന്നു. എന്നെ തന്നെ ഞാൻ അധപ്പതിപ്പിച്ച് തവിടിന് പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് മാപ്പ് തരണമേ. യോഹന്നാൻ സ്ലീഹായിലൂടെ അങ്ങ് പഠിപ്പിച്ചു തന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആത്മാവ് വരുമ്പോൾ പഠിപ്പിക്കുമെന്ന്. കർത്താവേ, ഈ ആത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഈ മൂലപാപങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് എന്നെ അകറ്റിക്കളഞ്ഞിരിക്കുന്നു. എൻ്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. നന്മ കാണാനായിട്ട്, നന്മ കേൾക്കാനായിട്ട്, നന്മ പറയാനായിട്ട് ആകാത്ത വിധം എൻ്റെ കണ്ണുകൾ അന്ധമായിരിക്കുന്നു. എൻ്റെ നാവുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതം അടിമത്തത്തിലായിരിക്കുന്നു. തൻ്റെ തമ്പുരാനെ, പാപത്തെക്കുറിച്ചുള്ള ബോധം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിൽ കുറ്റബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് കുറ്റബോധമല്ല വേണ്ടത്, പാപബോധമാണ് വേണ്ടത് എന്ന് തിരിച്ചറിവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപബോധമില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പാപബോധം എന്നിലില്ലാത്തത് കൊണ്ട് വിദ്വേഷത്തിന്റെ വേര് വളരുവാൻ പോലും ഞാൻ അനുവദിക്കുകയാണ്. താവേ, എനിക്ക് പാപബോധം തരണമേ. എൻ്റെ അടുത്തേക്കാണ് ഈ കാറ്റ് വരുന്നത് എന്നുള്ള തിരിച്ചറിവിൻ്റെ വരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല തമ്പുരാൻ, അങ്ങയെ ഇപ്പോഴും ഞങ്ങൾ നിർദ്ദയരായ ആ ക്രൂരന്മാരായ പടയാളികളെ പോലെ ഞങ്ങൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങയെ ക്രൂശിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അങ്ങയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്രൂരന്മാരായ പടയാളികളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വേദനിപ്പിക്കുകയാണ്. സത്യം അറിയാത്തത് കൊണ്ടല്ല, സത്യത്തെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് കർത്താവേ ഞങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം ഞങ്ങൾക്കറിയാം, പക്ഷേ അറിയുന്ന സത്യത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ആ നഷ്ടങ്ങൾ സഹിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അറിഞ്ഞ സത്യത്തെ അംഗീകരിക്കാതെ ഞങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. തമ്പുരാനെ ക്ഷമിക്കണമേ. നല്ല തമ്പുരാനെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇനിയും അങ്ങയെ വേദനിപ്പിക്കാതെ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. ആ സഹായകൻ വരുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്നുള്ള ആ വാക്കുകളെ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുകയാണ്. ആ വിശ്വാസത്തോടുകൂടി കർത്താവേ,
എല്ലാ ഭയവും മാറ്റി ഒരിക്കൽ കൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരുവിയാൽ എന്നെ വിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരുവിയാൽ എന്നെ വിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, തീയായി നീ വരണേ. പരിശുദ്ധാത്മാവേ, ശക്തി നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, തീയായി നീ വരണേ. പരിശുദ്ധാത്മാവേ, ശക്തി നിറയ്ക്കണമേ. അഭിഷേകക്കാറ്റു വീശി എന്നെ ഉണർത്തണമേ. കൃപയുള്ളൊരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അഭിഷേകക്കാറ്റു വീശി എന്നെ ഉണർത്തണമേ. കൃപയുള്ളൊരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, രോഗമകറ്റണമേ. പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ. പരിശുദ്ധാത്മാവേ, രോഗമകറ്റണമേ. പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ. ശാപത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയണമേ. ആത്മാവിൻ കോട്ടകെട്ടി എന്നെ പൊതിയണമേ. ശാപത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയണമേ. ആത്മാവിൻ കോട്ടകെട്ടി എന്നെ പൊതിയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പുതു ചൈതന്യം തരണേ. പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, പുതു ചൈതന്യം തരണേ. പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണമേ. മനസ്സിന്റെ ശൂന്യത നീക്കാൻ റൂഹായി വരണേ. പുതുജീവൻ നൽകി എന്നെ വീണ്ടെടുക്കണമേ. മനസ്സിന്റെ ശൂന്യത നീക്കാൻ റൂഹായി വരണേ. പുതുജീവൻ നൽകി എന്നെ വീണ്ടെടുക്കണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരുവിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരുവിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ഇടപെടലുകൾക്ക് വേണ്ടി ഞങ്ങൾ സഭയെ അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ പെന്തക്കോസ്ത് കാലത്ത് അത് നവമായ അഭിഷേകത്താൽ ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ലോകം മുഴുവനും സമാധാനവും സ്വസ്ഥതയും പ്രതീക്ഷയും അങ്ങ് പങ്കുവെച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരത സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേരള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലുള്ള ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കേരള സഭ ഇന്ന് ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. സമൂഹത്തെ യഹൂദന്മാരും ഫരീസിയന്മാരും നിയമജ്ഞന്മാരും കൂടെ പീഡിപ്പിച്ചതുപോലെ അതിൻ്റെ മറ്റൊരു പതിപ്പ് ഈ കാലഘട്ടത്തിൽ നടക്കുകയാണ്. സാധിക്കുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും അവൻ വഴിതെറ്റിക്കുമെന്നുള്ള വചനത്തിൻ്റെ പൂർത്തീകരണം ഇന്ന് സഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെടുന്നു. മേലധ്യക്ഷന്മാർ ചോദ്യം ചെയ്യപ്പെടുന്നു. വൈദികർ കുറ്റാരോപിതരായി മാറുന്നു. സന്യസ്തർ അപമാനിതരായി മാറുന്നു, അവഹേളിക്കപ്പെടുന്നു. വിശ്വാസ സമൂഹം ചിതറിക്കപ്പെടുന്നു. കർത്താവേ, അങ്ങ് ഇത് കാണണമേ, അങ്ങ് ഇത് കാണണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ രൂപതയെ ഓർക്കുകയാണ്. ഞങ്ങളെ നയിക്കുന്ന അഭിവന്യ ജോൺ നെല്ലിക്കുന്ന പിതാവിനെ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, അദ്ദേഹം എത്രമാത്രം ഈ നാളുകളിൽ കണ്ണുനീരൊഴുക്കി എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലധ്യക്ഷനായ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയാനിടയാകരുതേ, അദ്ദേഹത്തിൻ്റെ നെഞ്ചുപിടയാനിടയാകരുതേ, അദ്ദേഹത്തിൻ്റെ സുരക്ഷത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹം ചിതറിക്കപ്പെടാൻ ഇടയാവരുതേ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കീഴിലുള്ള വൈദിക സമൂഹം ചിതറിക്കപ്പെടാൻ ഇടയാകരുതേ, വഴിതെറ്റിപ്പോകാൻ ഇടയാവരുതേ. സന്യാസി സമൂഹം വഴിമാറിപ്പോകാൻ ഇടയാകരുതേ. കർത്താവേ, ഞങ്ങളുടെ ഭൂമിയിലെ പിതാവിനെ ആത്മാവിൻ്റെ നവമായ അഭിഷേകത്താൽ ശക്തിയുള്ളവനാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വൈദികരാരും തിരുനടയിൽ നിന്ന് വഴിമാറിപ്പോകാനിടയാകാതിരിക്കട്ടെ. തിരുനടയിൽ തലതല്ലി കരയുന്ന വൈദികരായി ഞങ്ങളുടെ വൈദികർ കർത്താവേ മാറട്ടെ. ഈ തിരുനടയിൽ തലതല്ലാതെ എഴുന്നേറ്റ് പോകുന്ന, ഈ തലതല്ലുമ്പോൾ തിരുനടയിൽ തലതല്ലുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് താല്പര്യമില്ലാതെ ആരെങ്കിലും വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവരെ നീ ശിക്ഷിക്കരുത്, അവരെ രക്ഷിക്കണമേ. നൂറാടുകളുള്ളതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തിയവനാണല്ലോ നീ. കർത്താവേ, ഈ തിരുനടയിൽ തലവായിച്ച് കിടന്നുറങ്ങേണ്ട പുരോഹിതൻ ഈ തിരുനടയിൽ തല വയ്ക്കാതെ വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ ഒരുപിടിയാണെന്ന് ഞങ്ങൾക്കറിയാം.
ഞങ്ങളുടെ വൈദികരാരും ഈ തിരുനടയിൽ നിന്ന്, ഈ തിരുസക്രാരിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ അങ്ങ് അനുവദിക്കരുതേ. ഈ തിരുനടയിൽ വൈദിക സഹോദരങ്ങൾ തലവെച്ച് കിടക്കട്ടെ കർത്താവേ. ഈ തിരുസക്രാരി അവരുടെ തലയിണയാക്കി അവർ മാറ്റട്ടെ. ഞങ്ങളുടെ വൈദിക സഹോദരങ്ങളുടെ തലയിണയായി തിരുസക്രാരി മാറട്ടെ കർത്താവേ. ഞങ്ങളുടെ വൈദികരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും ഭാര്യാർപ്പണത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ നൊമ്പരപ്പെടുകയാണ്, വേദനിക്കുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്. ആരാധനയിൽ വന്ന് പങ്കെടുത്ത് അങ്ങയെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കാത്തതിന് നൊമ്പരങ്ങളുമായി വീടുകളിൽ കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ ഈ കണ്ണുനീരിൻ്റെ നൊമ്പരങ്ങൾക്ക് ഒരു അറുതി വരുത്തി ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ വിടുവിച്ച് നിയമത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ആരാധന സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ യുവജനങ്ങളൊക്കെ കർത്താവെ തെറ്റിദ്ധാരണകൾക്ക് അടിമപ്പെട്ട് വഴി മാറിപ്പോകാതിരിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ കാലഘട്ടങ്ങളിൽ മതബോധനം ആരംഭിക്കേണ്ട സമയമായി മാധ്യമങ്ങളിലൂടെ മാത്രം വിശ്വാസ സത്യങ്ങളെ പഠിക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തിയിരിക്കുകയാണ്. ഗൗരവബോധമില്ലാതെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പക്ഷേ ഇതിനൊക്കെ കാണാനും കേൾക്കാനും ഇടയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരാക്കി ബോധ്യമുള്ളവരാക്കി അങ്ങ് മാറ്റണം കർത്താവേ. അങ്ങയുടെ സഭയ്ക്കും ഞങ്ങളുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ രൂപതയ്ക്കും സമാധാനം അങ്ങ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ ഓരോരുത്തരെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധങ്ങളായ രൂപതകളിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട വൈദികരുണ്ട്. അവർ പലരും രോഗികളാണ്. തങ്ങളുടെ തന്നെ ശാരീരിക രോഗത്തെ മറന്നുകൊണ്ട് അവർ ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നു. എന്നിട്ടും അവർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ആവശ്യത്തിൻ്റെ വിശ്രമമോ ഭക്ഷണമോ മരുന്നോ ലേപനമോ ഇല്ലാതെ അവർ ദൈവത്തിനും ദൈവജനത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുമ്പോഴും അവർ കുറ്റാരോപിതരായി മാറുകയാണ്. അവർ വേദനിക്കുന്നുണ്ട് കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളും രോഗത്തിൻ്റെ അവസ്ഥകളുമുള്ളപ്പോഴുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ സേവനമനുഷ്ഠിക്കുന്നു. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ബ്രസീലിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർ സേവനമനുഷ്ഠിക്കുകയാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ വൈദിക സഹോദരങ്ങൾ സേവനമനുഷ്ഠിക്കുകയാണ്. ഇപ്പോൾ അവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും ഞങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മാവിനെ അവരിലേക്കും അവർ നയിക്കുന്ന സമൂഹത്തിലേക്കും അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ സമാധാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉച്ചരിപ്പിക്കണമേ. ആ പന്തക്കോസ്തിയുടെ അനുഭവത്തിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾ എത്തിക്കണമേ. ഉണർവിൻ്റെ കൊടുങ്കാറ്റിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അവസാന നാളുകളിൽ ജോയൽ പ്രവാചകൻ പറയുന്നു, അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ അയക്കും. എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. വൃദ്ധന്മാരുടെ മേലും യുവജനങ്ങളുടെ മേലും ആത്മാവിനെ ഞാൻ അയക്കും. ജോയലിലൂടെ അങ്ങ് പറഞ്ഞു തന്ന ആ പ്രവാചക വാക്കുകളെ ഞങ്ങളിലേക്കും ഈ സമയം പൂർത്തീകരിച്ചു തന്നുകൊണ്ട് ആ ഉണർവിൻ്റെ കൊടുങ്കാറ്റിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഉണർവിൻ്റെ കൊടുങ്കാറ്റ് ഞങ്ങളുടെ എല്ലാ വൃദ്ധന്മാരിലേക്കും വൈദികരിലേക്കും സന്യസ്തരിലേക്കും ആത്മായ സഹോദരങ്ങളിലേക്കും കടന്നു വരട്ടെ. വൃദ്ധന്മാരിലേക്കും മധ്യവയസ്കരിലേക്കും യുവജനങ്ങളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും ആ ഉണർവിൻ്റെ കൊടുങ്കാറ്റ് കടന്നു വരട്ടെ. കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. നമ്മൾ
വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കരങ്ങൾ അടിച്ചുകൊണ്ട് പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. തളരും മനസ്സുകൾ എല്ലാവരും ചേർന്ന് ഈ സമയം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഉണർവിന്റെ കൊടുങ്കാറ്റിനെ സ്വീകരിക്കാം. പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്ക് ഈ രാത്രി നമുക്ക് പ്രധാനപ്പെട്ടത. പുതിയൊരു ഈ രാത്രിയുടെ യാമങ്ങളിൽ ആത്മാവ് വീണ്ടും എനിക്ക് ചൈതന്യമായി ചലിക്കുന്നവനായി നമ്മളിലേക്ക് കടന്നു വരും. അഭിഷേകം എല്ലാവരും ചേർന്ന് പാടാം. നീ എന്മേൽ നീട്ടണമേ, കരങ്ങൾ അടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് പാടാം. നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ, കടബാധ്യതകൾപ്പെട്ടവര് ആത്മാവിനോട് പ്രാർത്ഥിക്കുക. വീട്ടേ നീ വലിയ രോഗങ്ങൾ നൽകപ്പെട്ടവർ പ്രാർത്ഥിക്കുക. ആത്മാവിനോട് പ്രാർത്ഥിക്കുക. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവര് ആത്മാവിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസർ, കിഡ്നി രോഗങ്ങള്, ആമാശയ രോഗങ്ങള്, കരൾ രോഗങ്ങള്, വൃക്കരോഗങ്ങളൊക്കെ ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. വാതരോഗമുള്ളവര്, നിൽക്കാൻ പറ്റാത്തവര്, ഇരിക്കാൻ പറ്റാത്തവര്, നടക്കാൻ പറ്റാത്തവര്, ട്യൂമർ രോഗികള് ഒക്കെ ആത്മാവിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ശക്തിയയക്കണമേ, പരിശുദ്ധാത്മാവേ വിവാഹാലോചന നടക്കുന്നവര്, വിവാഹം നടക്കാത്തവരൊക്കെ പ്രാർത്ഥിക്കുക. വീണ്ടും ഉണർത്തണമേ, ജോലിക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നവര്, ശമ്പളത്തിന് വേണ്ടി അന്വേഷണം നടത്തുന്നവര്, വിദേശത്തുള്ള മക്കള് ആത്മാവിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ, അത്ഭുതമൊഴുകും കൃഷികാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ആഗ്രഹിക്കുന്നവര് ഈ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേഹണ്ണങ്ങൾക്ക് വേണ്ടി ഉണർവിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. നമ്മുടെ അധ്വാനത്തിന്റെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ വീടും പരിസരങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കുടിവെള്ള സ്രോതസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമസ്ത മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. സൗഖ്യം നൽകണമേ, പരിശുദ്ധാത്മാവേ ബന്ധനമഴിക്കണമേ, പാപത്തിൽ കഴിയുന്നവര് മോചിതരാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മനുഷ്യനാൽ അസാധ്യമായത് മുഴുവൻ ആത്മാവിനാൽ സാധ്യതമായി കിട്ടട്ടെ. വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. കൊടുങ്കാറ്റായി കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ രാത്രികാലത്ത് ഞങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ അയച്ച് ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. കഴിവപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക കൃപാവരത്തെ ഒന്ന് ഊതിക്കത്തിക്കാൻ ഞങ്ങൾക്കൊരവസരവും കൂടെ തരണമേ. ആത്മാവിനെ നിർവീര്യമാക്കാതെ ആത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ.
സ്നേഹം, ക്ഷമ, ദയ, നന്മ, കരുണ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ആത്മാവിന് നിരക്കാത്ത എല്ലാ പ്രവർത്തികളെയും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പുതിയ സൃഷ്ടികളാക്കി ഞങ്ങളെ മാറ്റണമേ. കാറ്റിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. അത് ആ കാറ്റിന് ഇഷ്ടപ്പെട്ടവരായ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ്, എൻ്റെ അടുത്തേക്കാണ് കാറ്റ് വന്നിരിക്കുന്നത്, വരുന്നത് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ കണ്ണു തുറക്കൽ എനിക്ക് തരണമേ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇരുന്നു കൊണ്ട് മാധ്യമത്തിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഇപ്പോൾ ഈ സമയം മുട്ടുകുത്തി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനായ ഈശോ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, ആശീർവാദം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മധ്യനൊലി ഭോജനമേകി